അൽഹംദുലില്ലാഹ് റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. നമുക്കിനി സൂറത്ത് തൗബയിലെ 105-ാമത്തെ സൂക്തമാണ് മനസ്സിലാക്കാനുള്ളത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. വഖുൽ ഇഅ്മലൂ ഫസയറല്ലാഹു അമലക്കും വറസൂലുഹു വൽ മുഅ്മിനൂൻ വസതുറദ്ദൂന ഇലാ ആലിമിൽ ഗൈബി വശ്ശഹാദ ഫയുനബ്ബിഉകും ബിമാ കുൻതും തഅമലൂൻ. വഖുൽ, നബിയെ അങ്ങ് പറയുകയും ചെയ്യുക, ഇഅ്മലൂ, നിങ്ങൾ പ്രവർത്തിക്കുക, ഫസയറല്ലാഹു, അല്ലാഹു കാണും, അമലക്കും, നിങ്ങളുടെ പ്രവർത്തനങ്ങൾ, വറസൂലുഹു, അവൻ്റെ ദൂതനും, വൽ മുഅ്മിനൂന, വിശ്വാസികളും, വസതുറദ്ദൂന, നിങ്ങൾ ശേഷം മടക്കപ്പെടും, ഇലാ ആലിമിൽ ഗൈബി, അദൃശ്യങ്ങൾ അറിയുന്നവനിലേക്ക്, വശഹാദ, ദൃശ്യവും, ഫയുനബ്ബിഉക്കും, എന്നിട്ട് അവൻ നിങ്ങളെ അറിയിക്കും, ബിമാ കുൻതും തഅമലൂൻ, നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ സംബന്ധിച്ച്. ഒന്നുകൂടെ അർത്ഥം പറയാം. വഖുൽ, താങ്കൾ പറയുകയും ചെയ്യുക, യുഅ്മലൂ, നിങ്ങൾ പ്രവർത്തിക്കുക, ഫസയറല്ലാഹു അമലക്കും, അല്ലാഹു നിങ്ങളുടെ പ്രവർത്തനങ്ങൾ കാണും, വറസൂലുഹു, അവൻ്റെ ദൂതനും, വൽ മുഅ്മിനൂൻ, വിശ്വാസികളും, വസതുറദ്ദൂന, നിങ്ങൾ പിന്നെ മടക്കപ്പെടും, ഇലാ ആലിമിൽ ഗൈബി വശ്ശഹാദ, ദൃശ്യവും അദൃശ്യവും അറിയുന്നവനിലേക്ക്, ഫയുനബ്ബിഉക്കും, എന്നിട്ട് അവൻ നിങ്ങളെ ഉണർത്തും, നിങ്ങളെ അറിയിക്കും, ബിമാ കുൻതും തഅമലൂൻ, നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ സംബന്ധിച്ച്. നമ്മൾ നേരത്തെ മനസ്സിലാക്കിയല്ലോ, അബൂ ലുബാബ റളിയല്ലാഹു അൻഹുവും സംഘവും. അദ്ദേഹം വളരെ സാധാരണക്കാരനായൊരു വിശ്വാസിയൊന്നുമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ ഇസ്ലാം സ്വീകരിച്ച, അഖബ ഉടമ്പടിയോടനുബന്ധിച്ച് നേരത്തെ ഇസ്ലാം സ്വീകരിച്ച മഹാനായ സഹാബിയാണെങ്കിലും അദ്ദേഹത്തിന് വീഴ്ച സംഭവിച്ചു. അദ്ദേഹം ബദറിലും ഉഹദിലും ഒക്കെ പങ്കെടുത്തിട്ടുണ്ട്. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരായിട്ടുള്ള 5-7 പേര്, 10 പേരുണ്ടായിരുന്നു എന്നുമുണ്ടൊരു പരാമർശം. അവർ തബൂക്ക് യുദ്ധത്തിന് പോകാൻ കഴിയാത്തതിൻ്റെ പേരിൽ വളരെ ഖേദിച്ചു, പശ്ചാത്തപിച്ചു, തൗബ ചെയ്തു. എന്നിട്ട് അള്ളാഹ് അവരോട് പറയാണ്, നിങ്ങളുടെ ആ തൗബ നിർവഹിച്ചു എന്നുള്ളത് കൊണ്ട് മാത്രം തീരുന്നതല്ല വിഷയം, നിങ്ങളെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തെയും അനുചരന്മാരെയും അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളവരെയും മാത്രമല്ല, എല്ലാ വിശ്വാസികളുടെ അവസ്ഥയും ഇത് തന്നെയാണ്. ഒരുപാട് തെറ്റ് പറ്റിയിട്ടുണ്ട്, അതിലൊക്കെ ഖേദിച്ചു എന്ന് അവർ പറയുന്നുണ്ട്. അതിന് അള്ളാഹുവും അവൻ്റെ റസൂലും നിശ്ചയിച്ച പ്രായശ്ചിത്തം ചെയ്യുന്നുണ്ട്. പക്ഷേ ഇനി അതോടുകൂടി തീർന്നു എന്ന് വെക്കരുത്, തീർന്നു എന്ന് വിചാരിക്കരുത്. ഇനി നിങ്ങൾ നിരീക്ഷണത്തിലാണ്. നേരത്തെ ഇതേമാതിരി മുനാഫിക്കുകളെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടല്ല പറഞ്ഞിട്ടുണ്ട് 94-ാമത്തെ ആയത്തിൽ. അള്ളാഹു നിങ്ങളെ നിരീക്ഷിക്കുന്നുണ്ട്, നിങ്ങളുടെ പ്രവർത്തനങ്ങൾ അള്ളാഹു അറിയുന്നുണ്ട്. 94-ാമത്തെ ആയത്തെടുത്തൊന്ന് പരിശോധിച്ച് നോക്കിയാൽ നമുക്കത് കാണാം. അപ്പോൾ നിങ്ങളുടെ ഭാവി പ്രവർത്തനങ്ങൾ കൂടി നിരീക്ഷിച്ചതിനു ശേഷം അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും നിങ്ങളോടുള്ള നിലപാട് അന്തിമമായി തീരുമാനിക്കുക. അപ്പം അതുകൊണ്ട് നല്ല ജാഗ്രത പുലർത്തണം എന്ന് വിശ്വാസികളെ ഉണർത്തുകയാണ്. പ്രത്യേകിച്ചും അന്ന് തബൂക്ക് യുദ്ധത്തിന് പോകാതെ മാറി നിന്ന വിശ്വാസികളെ. അപ്പം നിങ്ങളുടെ പശ്ചാത്താപം എത്രത്തോളം നിഷ്കളങ്കമാണെന്ന്, നിഷ്കപടമാണെന്ന് ഇനി വരുന്ന നിങ്ങളുടെ നിലപാടുകളിൽ നിന്നാണ് ബോധ്യമാകേണ്ടത്. ഇനി നിങ്ങൾ ആ നിലപാടിൽ വെള്ളം ചോർത്തുകൊണ്ട് പ്രവർത്തിക്കുകയാണെങ്കിൽ, പ്രവാചകൻ നിങ്ങളെ നിരീക്ഷിക്കുന്നുണ്ട്, വിശ്വാസികളും നിങ്ങളെ കാണുന്നുണ്ട്, പക്ഷേ നിങ്ങൾ അവസാനം അടക്കപ്പെടുന്നത് അള്ളാഹുവിലേക്ക്. അപ്പോൾ നിങ്ങളുടെ നിലപാട് നിങ്ങൾ തിരുത്തി നിഷ്കളങ്കരായിട്ടില്ലെങ്കിൽ അള്ളാഹുവിലേക്ക് നിങ്ങൾ തിരിച്ചു വരുമ്പോൾ നിങ്ങളുടെ പ്രവർത്തനങ്ങളെ അള്ളാഹു നിങ്ങളെ തന്നെ അറിയിക്കും എന്നാണ്. അപ്പോൾ അതിനുള്ള ഫലം നിങ്ങൾ അനുഭവിക്കേണ്ടി വരും. ആയതുകൊണ്ട് ശ്രദ്ധിക്കുക, സൂക്ഷിക്കുക.
തുടർ ജീവിതം ഇസ്ലാമിന് വേണ്ടി സമർപ്പിക്കുക എന്നാണ് അവരെ അല്ലാഹു തആല ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. നിങ്ങൾ പ്രവർത്തിക്കുവിൻ, അള്ളാഹു നിങ്ങളുടെ പ്രവർത്തനങ്ങൾ കാണുന്നു. റസൂലുഹു, അള്ളാഹുവിൻ്റെ ദൂതനും, അള്ളാഹു എന്തായാലും കാണുന്നുണ്ട്. പക്ഷേ അള്ളാഹുവിൻ്റെ ദൂതന് കൂടി ബോധ്യമാകണം നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ നിഷ്കളങ്കത. വൽ മുഅ്മിനൂൻ, വിശ്വാസികളും അറിയണം. അപ്പോൾ അള്ളാഹു കാണുന്നു, അള്ളാഹുവിൻ്റെ ദൂതൻ കാണുന്നു, വിശ്വാസികളും കാണുന്നു. ഇനി അള്ളാഹുവിൻ്റെ ദൂതനെയും വിശ്വാസികളെയും നിങ്ങൾക്ക് കബളിപ്പിക്കാൻ കഴിയും. അങ്ങനെ കബളിപ്പിച്ചാൽ തന്നെയും നിങ്ങൾ അവസാനം എത്തിച്ചേരുവിടേക്കാ. നിങ്ങളുടെ ഉള്ളുകള്ളികൾ അറിയുന്ന, നിങ്ങളുടെ സ്വകാര്യ ജീവിതം അറിയുന്ന, നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ നിഷ്കളങ്കതയെ സംബന്ധിച്ചറിയുന്ന, അതിൻ്റെ തോതറിയുന്ന അള്ളാഹുവിലേക്ക്. അതാണ് തുറദ്ദൂന, റദ്ദ് ചെയ്യപ്പെടുക. ഇലാ ആലിമിൽ ഗൈബ് അറിയുന്നവൻ, ഗൈബ് പറഞ്ഞാൽ മറഞ്ഞത് എന്നാണ്. വശഹാദ, പ്രത്യക്ഷത്തിൽ കാണുന്നത്, രഹസ്യവും പരസ്യവും, ഒളിഞ്ഞതും തെളിഞ്ഞതും അറിയുന്നവനിലേക്ക് നിങ്ങൾ മടക്കപ്പെടും. അപ്പോൾ അള്ളാഹുവിൻ്റെ ദൂതനെയും വിശ്വാസികളെയും നിങ്ങൾക്ക് വേണമെങ്കിൽ കബളിപ്പിക്കാം, എന്നാൽ അള്ളാഹുവിനെ കബളിപ്പിക്കാൻ നിൽക്കരുത്, അത് നിങ്ങൾക്ക് ഭാവിയിൽ ദോഷം ചെയ്യും എന്നുകൂടി അവരെ ഉണർത്തുകയാണ്. അവരെ ബോധവൽക്കരിക്കുകയാണ്. അപ്പം അള്ളാഹുവിൻ്റെ ദൂതനും അള്ളാഹുവിൻ്റെ അടിമകളും അത് മറ്റുള്ള വിശ്വാസികളുടെ പ്രവർത്തനങ്ങൾ അവർ കാണുന്നുണ്ട്. മറ്റുള്ള വിശ്വാസികളുടെ സാക്ഷ്യം അത് വലിയൊരു സംഗതിയാണ്. അനസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ട ഒരു ഹദീസിൽ വന്നിട്ടുണ്ടല്ലോ, സഹാബികൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഒരു ജനാസയുടെ അടുത്തുകൂടി നടന്നു പോകുമ്പോൾ ആ സഹാബികൾ ആ വ്യക്തിയെ സംബന്ധിച്ച്, മരണപ്പെട്ട വ്യക്തിയെ സംബന്ധിച്ച് നല്ല അഭിപ്രായം പറയുക. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത് സ്ഥിരമായി, അത് യാഥാർത്ഥ്യമായി. ഇന്ന് മറ്റൊരു ജനാസയുടെ അടുക്കൽ കൂടെ പോയപ്പോൾ അവർ ആ മരിച്ച ജനാസയെ സംബന്ധിച്ച് മോശം അഭിപ്രായം പറഞ്ഞു. അപ്പോഴും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത് അദ്ദേഹത്തിന് സ്ഥിരപ്പെട്ടല്ലോ. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു അന്വേഷിച്ചു, എന്താണ് അള്ളാഹുവിൻ്റെ ദൂതരെ സ്ഥിരപ്പെട്ടത്? അപ്പോൾ അദ്ദേഹം അതിന് പറഞ്ഞ മറുപടി, നിങ്ങൾ അയാളെപ്പറ്റി നല്ലത് പറഞ്ഞപ്പോൾ അയാൾക്ക് നന്മ സ്ഥിരപ്പെട്ടു, സ്വർഗം സ്ഥിരപ്പെട്ടു. നിങ്ങൾ മോശം പറഞ്ഞപ്പോൾ അയാൾക്ക് നരകം സ്ഥിരപ്പെട്ടു. അതുകൊണ്ടാണല്ലോ നമ്മൾ പറയാനുള്ളത്, മയ്യത്തിനെ സംബന്ധിച്ച് നല്ലത് പറയണം, ചീത്ത പറയരുത് എന്ന് നമുക്കറിയാമല്ലോ. അങ്ങനെ നമ്മൾ ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ടല്ലോ. അതാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞത്, ഭൂമിയിൽ നിങ്ങൾ അള്ളാഹുവിൻ്റെ സാക്ഷികളാണ്, അള്ളാഹുവിൻ്റെ സാക്ഷികളാണ്. നമ്മൾ ഇക്കാര്യം ഗൗരവമായിട്ട് തന്നെ ഉൾക്കൊള്ളേണ്ടതുണ്ട്. പശ്ചാത്തപിച്ചാൽ പോരാ, ആ പശ്ചാത്താപം നിഷ്കളങ്കമായിരിക്കുക കൂടി വേണം. ഒരു തെറ്റ് സംഭവിച്ചാൽ ആ തെറ്റിൽ ഖേദമുണ്ടാകലാണ് പശ്ചാത്താപത്തിൻ്റെ ഒന്നാമത്തെ പടി. പിന്നെ ഇനി ആ തെറ്റിലേക്ക് മടങ്ങുകയില്ലെന്ന തീരുമാനമാണ് രണ്ടാമത്തേത്. പിന്നെ നമ്മിൽ നിന്നുണ്ടാവേണ്ടത് ഭാവി കാലത്ത് സൽക്കർമ്മ നിരതനായി തെറ്റിലേക്ക് മടങ്ങാതിരിക്കുക എന്നുള്ളത് തൗബയുടെ ഭാഗങ്ങളാണ്. അപ്പോൾ പ്രിയമുള്ളവരെ, നമ്മൾ ഉൾക്കൊള്ളേണ്ട ഒരു വിഷയം, നമ്മുടെ അടുക്കൽ പറ്റിപ്പോയ ഒരു തെറ്റ് നമുക്ക് ബോധ്യമാകുന്ന നിമിഷം നമ്മൾ തിരുത്തുകയും നന്മയിലേക്ക് മുന്നേറുകയും ചെയ്യണം. കാരണം നമുക്ക് അഭിമുഖീകരിക്കാനുള്ളത് ആലിമുൽ ഗൈബി വശഹാദയായ ഒരു നാഥനെയാണ്, ഒരു റബ്ബിനെ. അക്കാര്യം നമ്മൾ ഉൾക്കൊള്ളുക. ഫയുനബ്ബി ഉക്കും ഉണ്ടോ. എന്നിട്ട് നമ്മൾ ചെയ്തത് ഒരുപക്ഷെ നമ്മൾ മറന്നിരിക്കും, അള്ളാഹുവിനറിയും. അള്ളാഹുവിൻ്റെ അടുത്ത് രേഖയുണ്ട്. അവൻ നമ്മളെ ഇങ്ങോട്ട് പറഞ്ഞു തരും, ഇന്ന കാര്യങ്ങളൊക്കെ അല്ലേ നിങ്ങളുടെ നിലപാടുകളായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അത് ആ പരലോക വിചാരണ സന്ദർഭത്തിൽ വളരെ ഗൗരവമായിട്ട് നമ്മളത് മനസ്സിലാക്കണം. ആ സന്ദർഭത്തെ നമ്മൾ വളരെ ഗൗരവമായിട്ട് മനസ്സിലാക്കണം. ഫയുനബ്ബി ഉക്കും, അവൻ നിങ്ങളെ ഉണർത്തും, അറിയിക്കും. നബ നമുക്കറിയാമല്ലോ, നബി നബ എന്നുള്ള വാക്കൊക്കെ നമ്മൾ പലവട്ടം ആവർത്തിച്ചതാണ്. ബിമാ കുന്തും തഅമലൂൻ, നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ സംബന്ധിച്ച് അള്ളാഹു നിങ്ങളെ അറിയിക്കും. നമ്മളോട് അർത്ഥം പറഞ്ഞാൽ നിർത്തുക.
വഖുൽ നബിയെ അങ്ങ് പറയുകയും ചെയ്യണം, ഇഅ്മലൂ നിങ്ങൾ പ്രവർത്തിക്കുക, ഫസയറല്ലാഹു അമലക്കും അല്ലാഹു നിങ്ങളുടെ പ്രവർത്തനങ്ങൾ കാണുന്നുണ്ട്, വറസൂലുഹു അവൻ്റെ ദൂതനും, വൽ മുഅ്മിനൂന വിശ്വാസികളും, വസതുറദ്ദൂന ഇലാ ആലിമിൽ ഗൈബി വശഹാദ പിന്നെ നിങ്ങൾ ഗൈബും ഷഹാദത്തും അറിയുന്ന, ദൃശ്യവും അദൃശ്യവും അറിയുന്ന, ഒളിഞ്ഞതും തെളിഞ്ഞതും അറിയുന്ന അള്ളാഹുവിലേക്ക് മടക്കപ്പെടും. ഫയുനബ്ബിഉക്കും എന്നിട്ട് അവൻ നിങ്ങളെ ഉണർത്തും, നിങ്ങളെ അറിയിക്കും, നിങ്ങളെ ബോധ്യപ്പെടുത്തും, ബിമാ കുൻതും തഅമലൂൻ നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ സംബന്ധിച്ച്. അപ്പോൾ ആളുകളെ ബോധ്യപ്പെടുത്താനുള്ള പ്രവർത്തനങ്ങളാകരുത്, അള്ളാഹുവിനെ ബോധ്യപ്പെടുത്താൻ കഴിയണം എന്നതാണ് നമ്മൾ ഉൾക്കൊള്ളേണ്ട പാഠം. നമ്മളെല്ലാവരെയും അള്ളാഹു സുബ്ഹാനഹു വ തആല ആളുകളെ കാണിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനം, അതിന് റിയാ എന്നാണല്ലോ പറയുക. റിയാ പ്രകടനപരത. നാടൻ മട്ടത്തിൽ നമ്മൾ പറയാറുണ്ട് ലോകമാന്യം, ലോകത്ത് മാന്യത നേടുന്നതിന്, ലോകരിൽ മാന്യതയും ബഹുമാന്യതയും കിട്ടുന്നതിന് വേണ്ടി. അത് വളരെ അപകടം പിടിച്ചൊരു രോഗമാണ്. അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. റിയാ പ്രകടനപരത, അതുപോലെ തന്നെ നിഫാഖ് കാപട്യം, അതുപോലെ തന്നെ ഷിർക്ക്, കുഫ്ർ, അഹങ്കാരം, അസൂയ, പക, വിദ്വേഷം, ഇത്തരത്തിലുള്ള എല്ലാ ദോഷങ്ങളിൽ നിന്നും കുറ്റങ്ങളിൽ നിന്നും അള്ളാഹു നമ്മെ എല്ലാവരെയും ശുദ്ധീകരിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ത്വഹിർ ഖുലൂബനാ മിനൻ നിഫാഖ് വഅഅമാലനാ മിനർ റിയാ യാ അർഹമർ റഹീമീൻ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസനത വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين والحمد لله